നിക്കാഹാണ്. നിസാർ എന്നാണ് പേര്, ഡോക്ടറാണ്. സാബു എന്നാണ് സ്നേഹത്തോടെ എല്ലാവരും വിളിക്കുന്നത്, ഞാനടക്കം. അപ്പോൾ നല്ല എക്സൈറ്റഡ് ആണ്, ടെൻഷനുണ്ട്. ഉമ്മ ചെറുപ്പം മുതലേ കുറേ കഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്തായ കാരണം 1 വയസ്സ് വ്യത്യാസമല്ലേ ഉള്ളൂ. പിന്നെ പാപ്പയായാലും ഞങ്ങൾ ഡാൻസിനും പാട്ടിനും എല്ലാത്തിനും പ്രാക്ടീസിനും ട്യൂഷനും ഒക്കെ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനും. പിന്നെ എൻ്റെ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഹോസ്റ്റൽസിലാണ്. എന്നാലും നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഏറ്റവും സന്തോഷം നമുക്ക് തരാറുണ്ട്. അപ്പൊ എല്ലാരും കണ്ടിരിക്കണ്ട. ഇന്നത്തെ ദിവസം ഞങ്ങൾ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. കാരണം ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 years ആയിട്ടുണ്ട്. പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് 2 years ആയിട്ടുണ്ട്. പിന്നെ സാബുവിൻ്റെ കോളേജ് സീനിയറാണ് 2 years. വെയിറ്റിംഗ് ആയിരുന്നു ഇത്രയും കാലം. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ എല്ലാം ഉണ്ട്. सारी रात जगाने लगी, शायरी लिखवाने लगी, क्यों बता? जाने वे जाने गल्ला दिल मर जाना वे, सच्चा जे इश्क होवे मिल ही जाना वे. तू है എന്റെ മകൾ ആഷ്മി അമീനെ. तू है मेरा सारा जहां, तू है तो मुश्किल कहां, तू है सारी मंजिलें, तू है. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഭയങ്കര അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. കാരണം എന്ന് വെച്ചാൽ വാവച്ചി വേഗം ഉണ്ടായില്ല, വാവച്ചി വേഗം തന്നെ ആയതുകൊണ്ട് ഭയങ്കര അഡ്ജസ്റ്റിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ വലുതായിട്ടും ചക്കരക്ക് ആ ഒരു മെച്ചൂരിറ്റി എന്നുണ്ട്. ഇപ്പൊക്ക് എന്ത് ചെയ്യണമെങ്കിലും ഞാൻ ചക്കരനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാറ്. चुना है ओ ओ तेरे सारे रंग ओढ़ के डंग ओढ़ के तेरा हुआ मैं सबको छोड़ के ओ इश्क नहीं करना नाप तोल के राज खोल के आया हूँ मैं सबको बोल के ओ. ചക്കര എന്നെ 1 വർഷം കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്തിട്ടുള്ളെങ്കിലും ഞാൻ ജനിച്ചപ്പോൾ മുതലേ ചക്കര ഉണ്ട്. അപ്പം എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോഴും ഉണ്ടായിരുന്ന ഒരു രീതിയിൽ ട്വിൻ സിസ്റ്റേഴ്സുമാരത്തെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറയാം. ചക്കര ആദ്യമായിട്ട് എന്നോട് സാബുവിനെ പറ്റി പറയുമ്പോൾ ഞാൻ കുറെ ഡിസ്കറേജ് ചെയ്തു. അയ്യോ ഇതൊന്നും വേണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് നിന്ന് ആരോ ചക്കരനെ കൊണ്ടുപോകണ വരത്തെ ഫീലിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങളും കമ്പനിയായി. എനിക്ക് അവർ രണ്ടുപേരും ഹാപ്പി ആയിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ കല്യാണത്തിന്. അന്ന് അതേസമയം കല്യാണം കഴിഞ്ഞപ്പോൾ അയ്യോ എൻ്റെ ചക്കര എൻ്റെ അടുത്ത് നിന്ന് പോവാണോ എന്നുള്ളൊരു വിഷമമുണ്ട്. എന്നാലും ഐ എം ഹാപ്പി ഫോർ ബോത്ത് ഓഫ് ദം.
കൂടുതൽ പഠിക്കണം എന്നാണ് അവളുടെ ആഗ്രഹം. അപ്പോൾ അതൊക്കെ അംഗീകരിച്ച് അവളെപ്പോലെ തന്നെ പഠിക്കാൻ താല്പര്യമുള്ള ഒരു നല്ല മരുമകനെ നമുക്ക് കിട്ടി. അതിലൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇനി അവരുടെ ജീവിതം മുന്നോട്ട് കൂടുതൽ അനുഗ്രഹങ്ങളും ബർക്കത്തൊക്കെ ഉണ്ടാവാനായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. आवाज़ तू मैं पुकारूं तुझे, तू पास आए मना लूं तुझे, बहकी हवा है तू है ख्वाब तू, पलकों पे रखूं संभालूं तुझे, आवाज़ तू मैं पुकारूं तुझे. ഇവിടുന്ന് പോവാന്ന് പറയുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഞാൻ ഇവിടുന്ന് പോണില്ലല്ലോ. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞതല്ലേ. മാമാക്ക് എന്താ തോന്നണത്? മാമാക്ക് ഭയങ്കര വിഷമമൊന്നുമല്ല, ചക്കരയ്ക്ക് എന്നും ഇതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഈ ചക്കര ഒരു മെയിൻ റോള് നിൽക്കണ പോലെ തന്നെ ഇനി അവരുടെ വീട്ടിലേക്ക് ഒരു നല്ല മോളായിട്ട് അവരുടെ കൂടെയും ഉണ്ടാവട്ടെ, നമ്മളെ കൂടെ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നമ്മളെ കൂടെ ഇനി ഉണ്ടാവണം. രണ്ടാൾക്കും ഒരു സ്പെഷ്യൽ കണക്ഷനാണുള്ളത്. അപ്പോൾ ദീദി ഇപ്പോൾ വിട്ട് പോവാണോ അതോ വീട്ടിൽ നിന്ന് പോവാണോ അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലില്ല. കാരണം എപ്പോഴും ഞങ്ങൾ എത്ര ദൂരെയാണെങ്കിലും ഞങ്ങൾക്ക് ആ ഒരു ക്ലോസ്നെസ് എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇതിപ്പോൾ വേറൊരു വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് സങ്കടപ്പെടാൻ പറ്റും, പക്ഷെ ഇത് ദീദി തന്നെ തിരഞ്ഞെടുത്താണ്. ദീദിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീടാണ്, അതിലേറെ സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. ഫിസിക്കലി ദൂരാണെങ്കിലും ഹാർട്ട് എപ്പോഴും ടൈഡാവും. ഇതിലുമേറെ സ്നേഹവും അടുപ്പവും തുടരാൻ സാധിക്കട്ടെ.